അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു അമാ ബഅദ്. അങ്ങനെ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മരണവാർത്ത കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞു, യാ അബതാ അജാബ റബ്ബൻ ദആ, എല്ലോ എന്റെ പൊന്നുപ്പ, നിങ്ങൾ ഇതാ അല്ലാഹുവിന് വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഇതാ പോയിരിക്കുന്നു. യാ അബതാ, എന്റെ പൊന്നുപ്പ, ഇലാ ജിബ്രീൽ നൻആ, റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ അടുക്കലേക്ക് വന്ന ജിബ്രീൽ, ഇതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട വിവരം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുഖം പൊത്തിക്കൊണ്ട് കരയുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ തൊട്ടപ്പുറത്തിരുന്ന് കരയുകയാണ്. എന്താണ് സഹോദരങ്ങളെ സഹാബിമാരുടെ അവസ്ഥ? എന്തായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം കേട്ടപ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ മരണവാർത്ത വഫാത്ത് ആയി എന്ന് കേട്ടപ്പോൾ സഹാബിമാരുടെ അവസ്ഥ എന്താണ്? പലർക്കും സ്വന്തത്തെ തന്നെ താങ്ങാൻ സാധിക്കുന്നില്ല. അവർക്ക് പ്രയാസമാണ്. അവർക്ക് ചില ആളുകൾ അവരിൽ നിന്ന് ബോധം കെട്ട് വീഴുകയാണ്. മറ്റു ചില ആളുകൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല, തന്റെ കൂട്ടുകാരോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് അവരെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. എന്തായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ? ധീരനായ ഉമർ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച ഉമർ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്പത്ത് കൊണ്ടും മേനി കൊണ്ടും എല്ലാം അവിടത്തേക്ക് സഹായിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ എന്തായിരുന്നു? അവിടത്തേക്ക് ഇതാ അവിടുന്ന് പറയുകയാണ്, ലാ യതകല്ലമു അഹദുൻ ബിമൗതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാ ളറബ്തുഹു ബിസൈഫ്. ഇതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവാർത്തയും കൊണ്ട് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവനെ എന്റെ വാൾ കൊണ്ട് വെട്ടുക തന്നെ ചെയ്യുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താണ് സഹോദരങ്ങളെ സഹാബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലില്ല. ഇന്ന് പറയപ്പെടുന്ന ആലിയ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വാർത്ത വന്നെത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വന്നു. സഹാബിമാർക്ക് അബൂബക്കറിനോട് എന്ത് പറയണമെന്ന് അറിയില്ല. കാരണം സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുമ്പോൾ സഹാബിമാർക്ക് വെറും ഒരു മനുഷ്യനായിരുന്നില്ല. അവർക്ക് വെറും ഒരു ഹദീസ് പറയുന്ന വ്യക്തിയല്ലേ. നമ്മൾ ചിലരെങ്കിലും പറയുന്ന കാര്യമാണതല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുള്ള സ്ഥാനം ഇതാണ് സ്ഥാനം അവർക്കുണ്ടായിരുന്നത്. നോക്കൂ സഹോദരങ്ങൾ, എന്തായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാനുള്ളത്? അവിടത്തേക്ക് അടിമയായിരുന്നു. രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും എല്ലാം പ്രയാസങ്ങൾക്ക് മുകളിൽ പ്രയാസം. ചുട്ടുപൊള്ളുന്ന വെയിലിൽ പോലും ഇതാ അടിമപ്പണി എടുത്തുകൊണ്ട് ഒന്ന് സമാധാനത്തിൽ ഉറങ്ങാം എന്ന് കരുതുമ്പോൾ മക്കയിലെ കുഫാറുകൾ, വലിയ വലിയ കുഫാറുകൾ അവരുടെ മദ്യശാലയിലേക്ക് ബിലാലിനോട് വരാൻ വേണ്ടി പറയും. നോക്കണം, ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്തിട്ടായിരുന്നു നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരാൾ പോലും എന്നെ അടുപ്പിക്കുകയില്ല. മദ്യശാലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൂരെ നിൽക്കാൻ വേണ്ടി പറയും. ദൂരെ നിൽക്കാൻ വേണ്ടി പറയും. എന്നിട്ട് പറയും പാട്ട് പാടാൻ വേണ്ടി പറയും. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ പോലും അടുപ്പിക്കില്ലായിരുന്നു. ആ ബിലാൽ പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് സ്നേഹത്താൽ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മാറോട് ചേർത്തുകൊണ്ട് സ്നേഹ ചുംബനം ആദ്യമായി നൽകിയത് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ മുഅദ്ദിനായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. മാത്രമല്ല അവിടുന്ന് ഇഖാമത്ത് കൊടുക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബിലാലിനോട് പറയാറുള്ള വാക്കെന്താണ്? യാ ബിലാൽ അഖിമിസ് സ്വലാ അരിഹ്നാ ബിസ്സലാ, അല്ലയോ ബിലാലെ നീ ഇഖാമത്ത് കൊടുക്കുക, ആ നിസ്കാരം കൊണ്ട് നമുക്ക് റാഹത്ത് കണ്ടെത്താമെന്ന് പറഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹു. നോക്കൂ സഹോദരങ്ങളെ, ഇങ്ങനെ പല സഹാബിമാർക്കും പലതുമുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാൻ. പല സഹാബിമാർക്കും പലതുമുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാൻ. മറ്റൊരു സഹാബി പറഞ്ഞതായി കാണാം, ഞാൻ ഏത് സന്ദർഭത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ അവിടുന്ന് പുഞ്ചിരിച്ച അവസ്ഥയിലല്ലാതെ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കാണുമ്പോഴൊക്കെ അവിടുന്ന് പുഞ്ചിരിച്ച അവസ്ഥയിലാണ്. ഇങ്ങനെയായിരുന്നു സഹാബിമാർക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് പോയി. അവിടത്തേക്ക് തുണി കൊണ്ട് മുഖം മറച്ച അവസ്ഥയിലാണുള്ളത്. അവിടുത്തെ മുഖം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം തുണി കൊണ്ട് മറച്ചിട്ടാണുള്ളത്. ആ തുണി നീക്കിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ചുംബനം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, തിബ്ത ഹയ്യൻ വമയ്യിത. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് മരണപ്പെട്ട വേളയിലും അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന വേളയിലും എത്ര മനോഹരമാണ്, അഥവാ എത്ര ഭംഗിയുള്ള അവസ്ഥയിലാണ് റസൂലെ അങ്ങ് മരണപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, വാ ഖലീല, എന്റെ പ്രിയപ്പെട്ട ഒറ്റ ചങ്ങാതി, വാ സഫിയ വാ നബിയ, എന്റെ നബിയെ. അഥവാ ഇതൊരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതല്ല, ഒരിക്കലുമല്ല. നമ്മളും പറയാറില്ല ഇനി എന്താണ് നമ്മൾ ചെയ്യുക, ഇനി എനിക്ക് ആരാണുള്ളത്, എന്റെ പ്രയാസങ്ങൾ അത് ഏറ്റെടുത്തിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എന്നിൽ നിന്ന് പോയിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയുന്ന ചരിത്രങ്ങളാണ് ധാരാളമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും അവിടുത്തെ പ്രയാസം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ അവിടത്തേക്ക് ഇനി ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ അത്രയും വലുതാണ്. ഒരിക്കലും കരഞ്ഞുകൊണ്ട് മാറിയിരിക്കാൻ സാധിക്കുകയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊട്ടുടനെ തന്നെ മസ്ജിദിലേക്ക് പോവുകയാണ്. അവിടെ കാണുന്ന കാഴ്ച എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു ശക്തമായി ആളുകളോട് കയർത്ത് സംസാരിക്കുന്നു.
ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇജ്ലിസ്, ഉമർ നീ ഒന്നിരിക്ക്. അതൊന്നും കേൾക്കാൻ സാധിക്കാതെ ഉമർ അങ്ങേയറ്റം ദേഷ്യം കാരണത്താൽ അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, അയ്യുഹന്നാസ്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, വമൻ കാന മിൻകും യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു ദുആ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവിടത്തേക്കായിരുന്നു ആരാധിച്ചിരുന്നത് എങ്കിൽ ഇതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന മിൻകും യഅബുദുല്ലാഹ് ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളിൽ അല്ലാഹുവിനെയാണ് ആരാധിച്ചിരുന്നത് എങ്കിൽ അല്ലാഹു എന്നെന്നും ജീവിക്കുന്നവനാണ്, ഒരിക്കലും മരിക്കാത്തവനാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട് പിന്നീട് ആയത്ത് ഓതുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ എന്ന് പറയുന്ന ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തു. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഈ ആയത്ത് ആദ്യമായി കേട്ട ഒരവസ്ഥയായിരുന്നു എന്റേത്. ഈ ആയത്ത് ഞാൻ പല തവണ ഓതിയിരുന്നു. നോക്കണം സഹോദരങ്ങളെ, ചില ആളുകൾ പറയാറില്ലേ വലിയ പണ്ഡിതനാണ്, എന്നിട്ടും എന്തേ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് എന്ന്. മനുഷ്യരാണ്, മറവി സംഭവിച്ചേക്കാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പാഠത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ ആദ്യമായി കേട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നീട് എന്താണ് ഉമറിന്റെ അവസ്ഥ? അവിടുത്തെ കാലുകൾ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുന്നില്ല, അവിടുത്തെ കാലുകൾ ഇടറുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലുകൾ അവിടത്തേക്ക് ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുന്നില്ല, അവിടുന്ന് നിലത്തേക്ക് വീണു. അങ്ങനെ സഹോദരങ്ങളെ, ഇതായിരുന്നു സഹാബത്തിന് പരിചയമുള്ള റബീഉൽ അവ്വൽ 12. ഇതായിരുന്നു താബിഈങ്ങൾക്ക് പരിചയമുള്ള റബീഉൽ അവ്വൽ 12. അത്ബാഉ താബിഈങ്ങൾക്ക് പരിചയമുള്ള റബീഉൽ അവ്വൽ 12 ഇതായിരുന്നു. എന്താണ് സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലുള്ള റബീഉൽ അവ്വൽ 12ന്റെ അവസ്ഥ? ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ നമുക്കത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതുപോലെ തന്നെ അവന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാനും നാളെ അല്ലാഹുവിനെ മുവഹിദായി കണ്ടുമുട്ടാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.